അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഓർക്കണം, കർത്താവിൻ്റെ അടുക്കൽ വരണം. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് വന്നു, ഇതിന് പ്രതിഫലമുണ്ട്. തമ്പുരാൻ്റെ അടുക്കൽ വന്നാൽ എപ്പോഴും പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ചിലപ്പോൾ നമ്മളൊരു 5 മിനിറ്റായിരിക്കും ചാപ്പലിൽ പോയിരിക്കുന്നത്, അതിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ദൈവം എപ്പോഴും ആരെയും കടക്കാരനായി വെറും കൈയോടെ പറഞ്ഞയക്കില്ല. ഈശോയുടെ അടുത്ത് വന്നാലത്തെ പ്രത്യേകത അതാണ്. ഒരുപക്ഷെ ഇന്ന് വന്നു, ഇന്നായിരിക്കുകയല്ല, നാളുകളിൽ എപ്പോഴെങ്കിലും ദൈവം അതിനെന്ത് തരും? പ്രതിഫലം തരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ള സത്യം അതാ. അപ്പോൾ ഒന്ന് കർത്താവിൻ്റെ അടുത്ത് വരണം. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഹൈ റേഞ്ചുകാരനാണ്. അവിടെ പഠിക്കുമ്പോൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ടായിരുന്നു, സ്കൂൾ സെൻറ്റ് മേരീസ് എന്നാണ് ആ പള്ളിയുടെ പേര്. മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഞാനെപ്പോഴും ആ ചാപ്പൽ ആ അൾത്താരയുടെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു. ആറി പഠിക്കുമ്പോൾ. ഞാൻ കൊച്ചു കുഞ്ഞാണ്. ആരും എന്നോട് ഇത് പറഞ്ഞു തന്നിട്ടില്ല. മാതാപിതാക്കളൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഞാൻ ആ അൾത്താരയുടെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു. വെറുതെ 1 മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നും അങ്ങനെ ഇല്ല. എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ ഈശോയാണ്, അന്നു മുതൽ ഇന്നു വരെ. അപ്പോൾ ഞാൻ പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ അവിടെ ഒരു വലിയൊരു പാറക്കെട്ടുണ്ട്. ആ പാറയുടെ മണ്ടയിൽ കയറി മണിക്കൂറുകളൊക്കെ ഈശോയുടെ അടുത്തിരിക്കുമായിരുന്നു. ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ സൗഭാഗ്യത. അതുകൊണ്ട് ദൈവം തന്ന പ്രതിഫലം എന്നാണെന്നറിയോ? ദൈവം പ്രതിഫലം തന്നു. ഒരു ദിവസം ഒരൾത്താരയിലെങ്കിലും എന്നെ കർത്താവ് നിർത്താത്ത ദിവസവും ഇല്ല. അതാണ്. ഇതുപോലെ നിങ്ങളെയും നിർത്തും കർത്താവ്. എന്നെ മാത്രമല്ല, നിങ്ങളെയും നിർത്തും. അപ്പോൾ ഒന്ന് കർത്താവിൻ്റെ അടുത്ത് വരണം. എപ്പോഴും ഓർത്തണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ല്. ജീവിതത്തിലൊരു പാപം ചെയ്തു, ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നേ. കർത്താവ് എപ്പോഴും പറയാം, നിങ്ങൾ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. പ്രത്യേകം ഒരു കാര്യം ഓർത്തണം, അധ്വാനം മാറ്റിത്തരാമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. ഈയിടെ എൻ്റെ കൂട്ടുകാരൻ ഓപ്പറേഷനായിരുന്നു, ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് ചെയ്യണം? എന്നെ വേദന എടുക്കാതെ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്, ഓപ്പറേഷൻ്റെ എല്ലാ വേദനയും ഉണ്ടാവും, പക്ഷെ കൂടെ ഞാനുണ്ടാവും. പറഞ്ഞ് മനസ്സിലായോ? അപ്പം നമ്മൾ ഓർക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആയ എല്ലാം മനോഹരം. അല്ല. അപ്പം ഓപ്പറേഷൻ്റെതായ എല്ലാ വേദനയും ഉണ്ടാവും, പക്ഷേ കർത്താവ് പറഞ്ഞു, വേദന നീ തിന്നോണം, പക്ഷെ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ എടുക്കേണ്ട പെയിൻ അത് എടുക്കണം, പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആശ്വസിപ്പിക്കും. നമ്മൾ പറയുന്നത് എന്നറിയോ? ഈ ദൈവത്തെ മാന്ത്രികനായിട്ട് ഇങ്ങനെ കാണും, എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതല്ല, അങ്ങനെ കാണരുത്. ഈയിടെ ഒരു അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഡോറ് തുറന്നിട്ടിട്ട് പള്ളിയിൽ പോകും. വെളുപ്പിന് 4 മണിക്കെന്ന് പറഞ്ഞാൽ വഴി സൈഡിൽ. അപ്പം മകൻ പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ പോകരുത്. അപ്പം അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, ദൈവം കാത്തോളൂ. അപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വിവേകം തന്നിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് അങ്ങനെ ഡോറ് തുറന്നിട്ടിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു, ദൈവം കാത്തോളൂ. അതെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ ചിന്ത അങ്ങനെയാണ്. അപ്പം ഒന്ന് അധ്വാനിക്കണം, പക്ഷെ കർത്താവ് ആശ്വസിപ്പിക്കും. അപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 1. 2, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ശാന്തത. അതുകൊണ്ടാണ് ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. മുമ്പേ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, ശാന്തമായിട്ട് ഇരിക്കണം. നമ്മളൊന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കണം. എത്ര കാലമായി നമ്മൾ ഓടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇരിക്കണം. എവിടെ ഇരിക്കണം? കർത്താവിൻ്റെ അടുത്തിരിക്കണം. അതാണ് കർത്താവിൻ്റെ അടുത്ത്. ഇപ്പം നിങ്ങൾ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, ഏറ്റവും നല്ല സമയമാണ്. 3, എന്നിൽ നിന്നും പഠിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. 3 കാര്യങ്ങളാണ് എപ്പോഴും ഓർത്തണം. 1, കർത്താവിൻ്റെ അടുത്ത് വരണം, ആശ്വാസം ഉണ്ടാവും. 2, അവനിൽ നിന്ന് പഠിക്കണം. എൻ്റെ കൂട്ടുകാരനുണ്ട് രാമപുരത്ത്, വിനോയ് എന്ന് പറയും. കുഞ്ഞച്ചമ്മ ശ്രീഭവൻ എന്നാണ്. 300ഓളം മാനസികരോകൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടീസം ഉള്ള 19 പിള്ളേരെ നോക്കുന്നുണ്ട്. ഇത് വലിയ കൃപയാണെന്നറിയോ? ഞാനൊരിക്കൽ ദുബായിൽ ഒരു ധ്യാനത്തിന് പോയിട്ട് വന്നപ്പം ഈ വിനോയ് അവിടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതുണ്ടാക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ 20 രൂപ വെച്ച് കിട്ടും. അതിന് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ 60,000 രൂപയുടെ ടാങ്ക് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വൈകിട്ട് ആ സഹോദരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, സെല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണം?
ആദ്യം കർത്താവിനെ വിവരം അറിയിക്കണം. ഈശോയുടെ അടുത്ത് പോയിരിക്കും, അതവിടെ ഇടാൻ പറഞ്ഞു. ഇവൻ പോയി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാരണം കർത്താവ് ഏൽപ്പിച്ച് തന്ന ശുശ്രൂഷയല്ലേ, കർത്താവ് ഉത്തരം തരും. ഒരാഴ്ച ഇരുന്നപ്പോൾ സംഭവിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? അതാണ് ഭയങ്കരം. അതായത് ഞാൻ ശാലോംകാരോട് പറഞ്ഞിട്ട് ഈ ബിനോയിയെക്കുറിച്ചും ഈ മിഷണറി ഭവനെക്കുറിച്ചും അവർ എന്ത് ചെയ്തു, വന്ന് ഷൂട്ട് ചെയ്ത് ശാലോമിലിട്ടു. അത് ലോകം മുഴുവനും കണ്ടു. അപ്പോൾ കുവൈറ്റിലിരുന്ന് ഒരു സ്ത്രീ ഇത് കണ്ടു. അപ്പോൾ അവിടെ കുവൈറ്റ്, അവിടുത്തെ ഇടവകയിൽ കാറ്റഗിസം പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും, അവർ പൈസ ഒരു വർഷത്തെ കളക്ട് ചെയ്യും, ഇങ്ങനെ ഡെപ്പിക്കകത്തിടും, എന്നിട്ട് അത് ഏതെങ്കിലും ചാരിറ്റിക്കായിട്ട് കൊടുക്കും. അപ്പോൾ ഇവരിത് കണ്ടപ്പോഴെന്താണ് സംഭവം, ഇവരോർത്തു ഇത് ഈ വിനോയ്ക്ക് അയച്ചു കൊടുക്കണം. പക്ഷെ അവരത് മറന്നുപോയി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കൊളത്തുവയൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം അവിടെ വന്നു. ധ്യാനം വന്നപ്പോൾ ഈ ചേച്ചി പോയി ധ്യാനിക്കാൻ പോയി കൗൺസിലിംഗ് ചെന്നപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ആൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, രാമപുരത്തെ കുഞ്ഞച്ചനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞച്ചനെ കാണിക്കുന്നു ഉണ്ട്. അപ്പോൾ പറഞ്ഞു, അയ്യോ കുഞ്ഞച്ചന്, ഞാൻ ഈ തവണ ഇവർ കാറ്റഗിസത്തിൻ്റെ എച്ചമ്മ, ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഈ തവണത്തെ ഫണ്ട് അത് അവർക്ക് കൊടുക്കണം, പിന്നെ മറന്നുപോയി. പെട്ടെന്ന് ഈ കൗൺസിലിംഗ് നടത്തിയ ആൾ പറഞ്ഞു, അത് പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ കർത്താവ് പറയുന്നു. നിങ്ങൾക്കറിയണോ, 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഉണ്ടോ. ബിനോയ് ഒരായുസ് മൊത്തം ഈ എന്താണ് മണ്ണിര കമ്പോസ്റ്റ് കിട്ടാനും എത്ര പെട്ടെന്ന് കർത്താവ് ഇടപെട്ടെന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം, കർത്താവിന് വിവരം അറിയിക്കണം. ആ ടാങ്ക് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, കാട് പിടിച്ച്. കർത്താവിന് വിവരം അറിയിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് വരണം. 2, വീണ്ടും പറയാണ്, എന്നിൽ നിന്നും പഠിക്കണം. കർത്താവിൽ നിന്നും പഠിക്കണം. ഈ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ വചനം കേൾക്കും, പക്ഷേ കർത്താവിൽ നിന്നും പഠിക്കുകയില്ല. ഈശോ പറഞ്ഞു, അച്ഛൻ മുമ്പേ പ്രസംഗിച്ച് പറഞ്ഞില്ല, കർത്താവ് പഠിപ്പിച്ചിരുന്നു, വചനം പഠിപ്പിച്ചിരുന്നു. നമ്മൾ കേൾക്കും, പക്ഷെ പഠിക്കുകയില്ല. എൻ്റെ അമ്മ ഈ ശാലോം TV ഒക്കെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് വൈകിട്ട് ചെല്ലുമ്പോൾ എന്നോട് പറയും, ഇന്നത്തെ പ്രസംഗം നീ കേൾക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ പറഞ്ഞത്? അത് ഓർക്കുന്നില്ല. ഞാൻ ഈ കാറേ പോകുമ്പോൾ ഇങ്ങനെ വചനം നല്ലതാണ് കേട്ടാ, ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് അപ്പൊ കേൾക്കണ്ടെന്നല്ല. പക്ഷെ ഒരു കാര്യം, കർത്താവിൽ നിന്ന് പഠിക്കണം. നമ്മൾ ഈശോയിൽ നിന്ന് ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? ഈശോയിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ വായ്പ വാങ്ങാൻ നമ്മുടെ അടുത്ത് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈശോയിൽ നിന്ന് പഠിക്കണം. എങ്ങനെ പഠിക്കുന്നത്? എന്താ ഈശോ എന്ന് പഠിക്കുന്നത് എങ്ങനെയെന്നറിയോ? വചനം വായിച്ചാൽ മതി. പുതിയ നിയമം നിങ്ങൾ വായിക്കണം. എന്നിട്ട് അത് വചനം എന്ന് പറയുന്നത് ദൈവം സംസാരിച്ച ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ് ഈ വചനം എന്ന് പറയുന്നത്. അപ്പോൾ വചനം ആരാണ്? ഈശോയാണ്. അപ്പോൾ എന്താണ് ഈശോ പറഞ്ഞത്? വായ്പ വാങ്ങാൻ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? വായ്പ വാങ്ങാൻ വരുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. കറക്റ്റ്. അപ്പോൾ അവൻ വരുമ്പോഴേ ഈശോയ്ക്ക് നന്ദി പറയണം. എങ്ങനെയാണ്? ഈശോയെ അവനെ അയച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു കൊടുക്കണം. വളരെ സിമ്പിളാണ് കാര്യം. നമ്മൾ വരുമ്പോൾ അവനോട് പറയുന്നൊരു വാക്കുണ്ട്, ഈയിടെയായിട്ട് ഭയങ്കര ടൈറ്റാണ്. കറക്റ്റാണ്. ഈ കോട്ടയം കാരിത്താസിൽ അറ്റാക്ക് വന്ന് നമ്മളെ കയറ്റുമ്പോൾ ഡോക്ടർ പറയും, ഇപ്പം തന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈയിടെയായിട്ട് ഭയങ്കര ടൈറ്റാണ്. ഇല്ല, അപ്പോഴേ എത്ര ലക്ഷം വേണേലും നമ്മൾ കിട്ടും. ഉണ്ടോ പ്രിയപ്പെട്ട? നമ്മൾ ഓർക്കേണ്ട സത്യം ഇതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നു, അപ്പം ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരാളിൽ ഒത്തിരി പേര് വരും. ഉണ്ടെങ്കിൽ കൊടുക്കും നമ്മൾ, ഇല്ലെങ്കിലോ തരാമെന്ന് പറയും. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ. വചനം എന്തു പറഞ്ഞു? ഈശോ അങ്ങനെയാണ് പറഞ്ഞത്. ഉണ്ടോ? അപ്പൊ ഈ വചനം പഠിച്ചാൽ മതി, നിങ്ങൾ വചനം അനുസരിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം, നിങ്ങളുടെ അരപ്പട്ടേ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതരുത്. ഉണ്ടോ? എന്ത് സുഖാന്നറിയോ വചനം ജീവിച്ചാൽ. നിങ്ങളുടെ അരപ്പറ്റെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അരഞ്ഞാണോ അല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞ പോക്കറ്റ്. ഉണ്ടോ? നിങ്ങളുടെ അരപ്പറ്റ്. ഞാനുണ്ടല്ല നവീകരണത്തിൽ വരും, ഇവിടെ ഒരു സ്വർണ്ണം ചെയ്യും, ഇവിടെ 2 മോതിരം. ഇങ്ങനെയാ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ മേടിച്ചു തരുന്നതാണിത്. ഞങ്ങൾ 3 ആൺപിള്ളേരെ, പെൺപിള്ളേരില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ പെൺപിള്ളേരെ കിട്ടാത്തതിൻ്റെ വേദനയാണ്. എന്നെ സുനി എന്നാണ് വിളിക്കുന്നത്. ആനിയമ്മ രണ്ടാമത്തവൻ്റെ പേര്, മൂന്നാമത്തവൻ്റെ ഒരു സിന്ധു. എല്ലാം പെൺപിള്ളേരുടെ പേരാ. എന്നിട്ട് അമ്മ ഈ വള പോലെ മേടിച്ചു തരും. ഞാൻ ഇങ്ങനെയാണ് ഹല്ലേലൂയ പറയുന്നത്.
ഓർത്ത് നോക്കിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ അവൻ എന്നോട് പറഞ്ഞടാ എൻ്റെ പെങ്ങളുടെ ചെറുക്കം കാണാൻ വരാമോ? എങ്ങനെ വരണം? അപ്പൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് വരണം. ആര്? ഞാൻ. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തോമസ് ചേട്ടൻ അപ്പൻ്റെ അനിയനും. കാരണം കൂടെ പോകാൻ ആളില്ല, അത്രയും ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ഇവൻ വന്ന് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ട് പോകാം. കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവൻ്റെ പെങ്ങൾ എവിടെ പുത്തൻകുരിശ് വരെ പോകണം. ഇവൻ്റെ പെങ്ങൾ ഇവനെ അകത്തേക്ക് വിളിച്ചു. ഇവൻ അകത്ത് കയറി പുറത്ത് വന്നപ്പോൾ ഇവൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയടാ? ഇല്ല പറ എന്നാ പറ്റി. അവളൊരു കാര്യം പറഞ്ഞു. ആര്? പെങ്ങൾ. എന്നാ പറഞ്ഞു? ഇതും കൂടെ ഉറപ്പിച്ചില്ലെങ്കിൽ ഏത് ചെറുക്കം വിളിക്കുന്നോ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോവും. കാരണം അതിന് 33 വയസ്സുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്ക്. ഏത് ചെറുക്കം വന്നുകൊണ്ട് ആരും ഇതിനെ ഇഷ്ടപ്പെടും. കേരളത്തിൽ വെളിയിലാണ് ഇതിന് ജോലി. ഇവൻ ചെന്നിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു, ഒരു അറിയിക്കുകയല്ല. അപ്പോൾ ഇവക്കറിയാം ഇത് കണ്ണി പൊടിയിടാൻ പോകുന്നതാണ്. കാരണം കൂടെ പോകാൻ പോലും ആളില്ല. ഞാനാരാണ്? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തോമസ് ചേട്ടൻ അപ്പൻ്റെ അനിയനും. ബസ്സിൽ കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആരാണ്? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ. ആര്? ഞാൻ. കാരണം തോമസ് ചേട്ടൻ ധ്യാനം കൂടിയ പിന്നെ കൊന്ത മാത്രമേ ചൊല്ലുള്ളൂ. ഇവൻ ഇടയ്ക്കിരുന്നുകൊണ്ട് എന്നെ പറയും 33 ഉണ്ട്. എനിക്ക് 33 പറഞ്ഞാൽ മനസ്സിലായത്. കാരണം അന്ന് എനിക്ക് 23 വയസ്സുള്ളൂ. എനിക്ക് പെങ്ങന്മാരും ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് അറിയിക്കാമെന്നും പറഞ്ഞു പോരാന്നും പറഞ്ഞാണ് ചെല്ലുന്നത്. ഇവർക്ക് ഈ പെണ്ണിനെ കറുപ്പ് പിടിക്കുന്ന പോലെ പിടിച്ചായിരുന്നു. അതുകൊണ്ട് ഇവർ പാലപ്പവും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നമുക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു പോകാം. അത് പറയാനുള്ള സമയം ആ ചെറുക്കൻ്റെ അമ്മാവൻ തന്നില്ല. അയാൾ പറഞ്ഞു ഒന്നും പറയണ്ട, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവൻ പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, കഴിച്ചിട്ട് നമുക്ക് അറിയിക്കാമെന്ന് പറയാം. എനിക്കറിയില്ല ഈ ഭക്ഷണം കഴിച്ചാൽ ബന്ധം മുറുകൂന്ന്. ഞാൻ കൈ കഴുകിയിരുന്നു. അതിനു മുമ്പ് തന്നെ തോമസ് ചേട്ടൻ ഇരുന്നായിരുന്നു. ഞങ്ങൾ 3 പേരും സ്പീഡിൽ കഴിക്കുക. കഴിച്ച് തീരുന്നതിന് മുമ്പ് ഈ ചെറുക്കൻ്റെ അമ്മാവിന് ധൃതി കൂടി. അയാൾ ഉറക്കെ ചോദിച്ചു കാര്യത്തിലേക്ക് കിടക്കല്ലേ, കാര്യത്തിലേക്ക്. ഞങ്ങൾ 3 പേരും കേൾക്കാത്തോലെ ഇരുന്നു. വീണ്ടും അയാൾ ഉറക്കെ ചോദിച്ചു കാര്യത്തിലേക്ക് കിടക്കല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞു കിടന്നേക്കാം. പെട്ടെന്ന് അയാൾ ചോദിച്ചു എന്നാ കൊടുക്കും, എന്നാ കൊടുക്കും. ഞാൻ ഇവൻ്റെ ചെവി ചോദിച്ചു എന്നാ കൊടുക്കും. അവൻ എന്നോട് ചോദിക്കുക എന്നാ കൊടുക്കണം. എനിക്ക് മനസ്സിലായി ഇടപെട്ടില്ലെങ്കിൽ സംഭവം പന്തിയാകത്തില്ല. ഞാൻ പറഞ്ഞു അപ്പം മരിക്കാൻ നേരത്തെ 50,000 രൂപ ബാങ്കിലിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പം കുടിച്ചാൽ മരിച്ചത്. രാവിലെ 6 മണിക്ക് മരിച്ചിട്ട് 11 മണിക്കാണ് ബോഡി കൊണ്ടുപോയത്. കാരണം പെട്ടി മേടിക്കാൻ കാശില്ലായിരുന്നു. ആ അപ്പനാണ് 50,000 രൂപ എവിടെ ഇട്ടിരിക്കുന്നത്? ബാങ്കിൽ. ഇവൻ എന്നെ ഞൊള്ളി. ഞാൻ പറഞ്ഞു നീ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ചോദിച്ചു 50,000 ഉള്ളോ? ഞാൻ പറഞ്ഞു പിന്നെ പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. ഉറപ്പിക്കില്ലേ? പിന്നെ അതല്ലേ വന്ന് ഉറച്ചു. പുറത്തിറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു അതെന്നാ പണിയെ നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു നീയല്ലേ 33 പറഞ്ഞത്, ഇനി എന്നാ ചെയ്യൂടാ? ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല, ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലൊരു പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ അവൻ വേർക്കുന്നു. കാരണം വ്യാഴാഴ്ച ഒത്തുകല്യാണമാണ്. കയ്യിൽ കാശില്ല, സ്വർണ്ണവുമില്ല. ഞാനിങ്ങനെ ഹാലലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇങ്ങോട്ട് ഊരാൻ. സഹോദരി ഇങ്ങോട്ട് ഊരാൻ. ആ ഊരാൻ. കണ്ടോ അതിങ്ങനെ കാണിക്കുക. അവിടെ വെച്ചാണ് ഞാൻ ഊരിയത്. അന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ കാണരുത്. അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? സത്യമാണ് പ്രിയപ്പെട്ടവരെ, തമാശല്ലത്. അന്ന് ഞാൻ ഊരി. അത് ഈ വചനത്തിന്റെ എനിക്കിത് ആരും പറഞ്ഞു തന്നല്ല. എന്നോട് കർത്താവ് പറഞ്ഞു ഇനി ഇടാൻ പാടില്ല. ഞാൻ ഊരി കൊടുത്തു. ആ പെങ്കൊച്ചിന്റെ വിവാഹം നടന്നു. ഈയിടെ ഞാൻ കണ്ടു കേട്ടോ, അവരെത്ര സന്തോഷത്തോടെ എന്നറിയും. പക്ഷെ എന്താ സംഭവം അറിയോ? ഈശോ അന്നു മുതൽ കർത്താവ് അത് സ്വർഗത്തിൽ കുറിച്ചിട്ട് ഞാൻ ഏത് രാജ്യത്ത് പോകുമ്പോഴും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈശോ എനിക്ക് എന്ത് തരും? സ്വർണം തരും. ഈയിടെ യൂട്യൂബിൽ എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് പൂനെന്ന് വന്നിട്ട് ജോസാറ് അയാളിട്ടിരുന്ന മാലയാണ് 2.5 പവൻ്റെ. അയാൾ അത് അന്ന് പ്രസംഗം കേട്ട് അന്ന് ഊരിയായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടേ എൻ്റെ തന്ന് എൻ്റെ കൊണ്ട് തന്നു. അത് തമിഴ്നാട്ടിലുള്ള ഒരു മനുഷ്യൻ്റെ മകൾക്ക് എന്തോരം എത്ര പെൺപിള്ളേരെ ഉണ്ടോ. ഈ നമ്മുടെ പരിപാടി എന്നറിയോ? ഇത് വചനം കേൾക്കും പക്ഷെ പഠിക്കുകയല്ല. നിങ്ങൾ പഠിച്ച് കർത്താവ് പറയാ എന്നിൽ നിന്നും നിങ്ങൾ പഠിക്കണം, വേറെ ആരിൽ നിന്നും നിങ്ങൾ പഠിക്കരുത്. പഠിച്ചാൽ വഴിതെറ്റും. കർത്താവിൽ നിന്ന് പഠിക്കും. ഒരു ധ്യാനഗുരുക്കന്മാരിൽ നിന്നും പഠിക്കരുത്. നിങ്ങൾ പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ കർത്താവിൽ നിന്നും പഠിക്കുക. സത്യമാണ്.